ഈ ഒരു ഗ്ലാസ് ജ്യൂസ് നമ്മൾ കഴിച്ചാൽ മതി. നമ്മൾ പിന്നെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേലും കുഴപ്പമില്ല. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ് ട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ദാ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു 15 ഈന്തപ്പഴം കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് നമ്മളിത് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഈന്തപ്പഴം ആയതുകൊണ്ട് ഞാൻ 15 എണ്ണം എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 12 എണ്ണം എടുത്താൽ മതി. ഇനി ഇത് ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ചെറുപഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4ഓ 5ഓ ചെറുപഴം ചേർത്ത് കൊടുക്കാം. പിന്നെ ബദാം തൊലി കളഞ്ഞത് ഒരു 12 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കുറച്ച് ചൂടുവെള്ളത്തിലിട്ടാൽ മതി. തൊലി കളയാൻ എളുപ്പമാണ് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 3 ഏലക്കാപ്പൊടി, അതുപോലെ ഒരു 2 ടീസ്പൂണ് ബൂസ്റ്റ്, പിന്നെ പാകത്തിന് പഞ്ചസാര. പിന്നെ ആദ്യം പാകത്തിന് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പഞ്ചസാര കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഇതിലോട്ട് പാകത്തിന് പാല് ചേർത്തിട്ട് ഇത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ദാ ഇത് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. എല്ലാം കൂടി വരുമ്പോൾ വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. നമ്മൾ ഇതിലോട്ട് ചേർത്ത ഏലക്കയും ബൂസ്റ്റും ഈന്തപ്പഴം അതുപോലെ പഴം എല്ലാം കൂടി വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക.